പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷമൊന്നുമില്ല സത്യം പറഞ്ഞാല്. എന്താ പറയാ, ഞാന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവാണ്. അപ്പൊ എന്താ പറയാ, എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വന്നേക്കാണ്. ഐ എം ഗോയിങ്. Yeah. Oh man. I don't want to go, but I had to go because I already booked other things. ഞാൻ അടുത്തത് ലക്ഷദ്വീപിലേക്കൊക്കെ പോകുന്നുണ്ട് നെക്സ്റ്റ് നാട്ടിലെത്തുമ്പോ തന്നെ. അതും ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. പിന്നെ നാട്ടില് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ അന്ന് പനിയായതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ അത് കൊടുക്കണം. എയർപോർട്ട് എത്തി. എനിക്ക് എന്താ പോലെ ഉണ്ട്, എനിക്ക് പോകാൻ തോന്നുന്നില്ല. എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. സോ ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. ഞാൻ ഇവൻ ഉറങ്ങുന്ന കണ്ടപ്പോൾ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ വിളിക്കാൻ തോന്നിയില്ല. പക്ഷെ അങ്ങനെ ലേറ്റ് ആയിട്ടുണ്ട്. So we will meet next in South Africa. You're sleepy? Yeah, too early. Yeah. അവൻ അപ്പൊ തന്നെ എണീച്ച്. ഞാൻ 6 മണിക്ക് എണീച്ചതാണ്. ഇപ്പൊ സമയം എന്തായി? രാവിലെ ആണ്. ഇപ്പൊ സമയം 8 മണിയായി. 8 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഭയങ്കര ടയർഡാണ്. ഞാനും ഉറങ്ങിയിട്ടില്ല. രാവിലെ വെളുപ്പിനെ കണ്ട കിടന്നത്. ഇനി ഫ്ലൈറ്റ് നല്ല ഉറങ്ങാൻ ശ്രമിക്കണം. ലേറ്റ് 8:15 ക്ലോസ് ചെയ്യും. 8 മണി ആയിട്ടുണ്ട്. ചെക്കിങ് ക്ലോസ് ചെയ്യാറായി. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ പോകുന്നത്. സോ പോട്ടെ. ഞാൻ ഇറങ്ങുമ്പോ ഒരു വീഡിയോ കൂടെ എടുക്കാം. എനിക്കറിയില്ല, ഭയങ്കര വിഷമം എനിക്ക് പോവാൻ. സോ എനിക്ക് ബായ് പറയാൻ പോലും ടൈമില്ല. കാരണം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിൽ ബോർഡിങ് ക്ലോസ് ചെയ്യും. ഇനിയിപ്പോൾ ഇവരുടെ അടുത്ത് ബായ് പറഞ്ഞിട്ട് എനിക്ക് ഓടിപ്പോയി. ഓക്കെ ഞാൻ ബൈ. Yeah. We will meet again. Yeah, soon. So, okay, bye. ബോർഡിങ്ങും സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞാനിതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഒന്നാമത് എനിക്ക് ഇവിടെ ഉണ്ടായ, നമുക്ക് ഈ ഒരു രാജ്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ആ രാജ്യം മിസ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്. ഇൻഡിഗോ എയർലൈൻസ് ആണ് എനിക്കുള്ളത്. ഇപ്പോൾ ബോർഡിങ് സ്റ്റാർട്ടാവും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ. ടൈം ആയിട്ടുണ്ട് കേട്ടോ. സോ 2 വിൻഡോ സീറ്റ് എല്ലാം കിട്ടിയിട്ടുള്ളത്. ഷോ എനിക്ക് എന്തോ പോലെ പോകാനൊരു മനസ്സുമില്ല, സത്യമായിട്ടൊരു മനസ്സുമില്ല. ഞാനിവിടെ എത്തിയപ്പോൾ ഓൾറെഡി ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നേരെ ബോർഡിങ്ങിലേക്ക് കയറുവാണ്. ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. എന്നാലും ഓടുന്നില്ലല്ലോ. സാധാരണ ഓടിയിട്ടൊക്കെ ചിലപ്പോൾ കയറല്. ലാസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ നല്ല കുട്ടിയായിട്ട് പെട്ടെന്ന് തന്നെ എയർപോർട്ടിലെത്തിയായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് അവനെ വിളിക്കാൻ തോന്നിയില്ല, ലേറ്റായിട്ട് കിടന്നുകൊണ്ട്. ഞാൻ പക്ഷെ 6 മണിക്ക് തന്നെ എണീച്ചായിരുന്നു. അവനെ ഞാൻ വിളിച്ചത് 7:15 കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചത്. ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഫ്ലൈറ്റ് റണ്ണിങ് ആണ്. എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു ബുൾസൈ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലൈറ്റിൽ കോംപ്ലിമെൻ്ററി ഫുഡൊന്നുമില്ല. എയർ ഇന്ത്യയിലും എയർ മൗറീഷ്യസിലും ഫുഡെല്ലാം ഉണ്ടായിരുന്നു കോംപ്ലിമെൻ്ററി. പക്ഷെ ഞാൻ ഫ്ലൈറ്റ് അത് നോക്കിയില്ല. ഞാൻ ഫസ്റ്റ് കണ്ടത് ഇൻഡിഗോ ആണ്. അപ്പോൾ ഇൻഡിഗോ എടുത്തു. അതാണ് ഉണ്ടായത്. കാരണം ഒരു പ്ലാനും ഇല്ലാണ്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇവിടെ ഒരു സീറ്റെല്ലാം ഫ്രീ ഉണ്ട്. ഇവിടെ എനിക്ക് ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ലേയോറും ഉണ്ട്. 5-6 മണിക്കൂറുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ശരിക്കും ടൈം 9, പക്ഷെ 9 മണിയായപ്പോൾ തന്നെ റണ്ണിങ് ആയി. ഇപ്പോൾ ടേക്ക് ഓഫ് ആവും. എന്താ നേരത്തെ എന്നറിയില്ല. ലാസ്റ്റ് എടുത്ത ഫ്ലൈറ്റ് ഇതേപോലെ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ റണ്ണിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ ഒരു 10 ദിവസത്തെ ഓർമ്മകൾ ഇങ്ങനെ മൈൻഡിൽ വരും. അപ്പം എന്താ സന്തോഷവും സങ്കടവും എല്ലാം വരുന്ന ഒരു ടൈമാണ് കേട്ടോ. ലാസ്റ്റ് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ ഇത്രയും വിഷമം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, കൂടുതൽ ഈ ഒരു രാജ്യമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി. എനിക്ക് ഒരു നെഗറ്റീവ് പോലും പറയാനായിട്ടുണ്ടായില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സാധാരണ അങ്ങനെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള കൺട്രീസ് എനിക്ക് ഇഷ്ടപ്പെടാത്തതാണ്. പക്ഷേ ഇവിടെ ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്. ആഫ്രിക്കയാണെന്ന് ഒരു തരത്തിലും തോന്നൂല. എങ്ങനെ നോക്കിയാലും അത് ആഫ്രിക്കയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അത്ര അടിപൊളി കൺട്രിയാണ്. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം തന്നെയാണ്. അപ്പോൾ ടൂറിസ്റ്റായിട്ട് വരുവാണെങ്കിൽ തന്നെ വരാനും കാണാനും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് എയർപോർട്ട് തന്നെ കാണാൻ രസമാണ്. ഭയങ്കര പച്ചപ്പൊക്കെ ആയിട്ട് ഉണ്ടാവും. മൗണ്ടെയിൻസ് എല്ലാം ആയിട്ട്. ഇപ്പോൾ അതാ ടേക്ക് ഓഫ് ആവും. അപ്പം ഞാൻ മൗറീഷ്യസിൻ്റെ അടുത്തൊക്കെ ബായ് പറഞ്ഞ് പോവാണ് ബാക്ക് ടു ഇന്ത്യ. ജസ്റ്റ് 1 ഡേ ഉണ്ടാവുള്ളൂ. 1 ഡേ അല്ല, 2 ഡേ ഉണ്ട്. 2 ഡേയ്സ് കേരളത്തിലുണ്ടാവും.
അത് കഴിഞ്ഞിട്ട് ഞാൻ ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് പോവാണ്. പിന്നെ അപ്പോഴേക്കും ലക്ഷദ്വീപ് തിരിച്ചു വരുമ്പോഴേക്കും പാസ്പോർട്ട് കിട്ടുമായിരിക്കും. പിന്നെ സൗത്ത് അമേരിക്ക പോകണം അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ കുറേ വിസാസൊക്കെ ഇന്ത്യയിൽ തന്നെ എടുക്കാനുണ്ട് കേട്ടോ. ചിലപ്പോൾ ഡൽഹി പോയിട്ടായിരിക്കും എടുക്കുന്നത്. നോക്ക് അടിപൊളി കാഴ്ചയാണ് കാണുന്നത്. നോക്ക് ഇതിൻ്റെ കളർ തന്നെ കണ്ടോ, ഭയങ്കര ബ്ലൂ കളറായിട്ട് എന്ത് ഓർഗനൈസ്ഡാണ്. നോക്കി നോക്ക് അങ്ങോട്ടെല്ലാം. വാവ്, എന്ത് രസമാണെന്ന് അറിയോ കാണാൻ. അയ്യോ, നീല കളറിൽ കോറൽസ് എല്ലാം ആയിട്ട് ആ വേവ്സ് എല്ലാം അടിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നോക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു തിരമാല കണ്ടോ, ഇവിടുത്തെ എല്ലാ സ്ഥലത്തിനും അങ്ങനെ തന്നെയാണ്. ആ ഒരു നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് അവിടെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു റീഫെല്ലാം ഉണ്ടാവുക. നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷേ ആ സൈഡിൽ കൂടെ അങ്ങനെ പോയിരുന്നത് കൂടുതൽ ബ്ലൂ കാണാം. അപ്പോൾ കൂടുതൽ ഹൈറ്റിലാകുമ്പോൾ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇതൊന്ന് നോക്ക്, ഇതാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്നത് കേട്ടോ. എന്ത് രസമാണ് എൻ്റെ അമ്മോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ വീണ്ടും നിൽക്കാൻ തോന്നി. അങ്ങനെ ഒരിക്കലും അവിടുന്ന് പോവണ്ടെന്ന് തോന്നിപ്പോയി. റയാനാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഫ്ലൈറ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും, കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോകാനൊക്കെ. പക്ഷെ ഓൾറെഡി ഞാൻ എല്ലാം ബുക്ക് ചെയ്ത് അടുത്ത ഫ്ലൈറ്റും എല്ലാം ബുക്കാക്കി. പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ഒരു വട്ടം റീസ്കെഡ്യൂൾ ചെയ്തതാണ്. അതെല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് പോകാതിരിക്കാനും പറ്റില്ല. എന്ത് രസമാണ് നമുക്ക്. അയ്യോ, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ബ്ലൂ ആണ്, ഭയങ്കര നീറ്റാണ്, ക്ലീനാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ എന്ത് രസമാണ് എന്നുള്ളത്. വേറെ ഏതോ ഒരു വേൾഡിലെത്തിയ പോലെ ഇല്ലേ. കടിച്ച് തിന്നാൻ തോന്നും, അത്രയും രസം. പണ്ട് ഇതൊരു വോൾക്കാനയായിരുന്നു, മനസ്സിലായോ? വോൾക്കാനം പൊട്ടി ഉണ്ടായ ഒരു കൺട്രിയാണിത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ നമുക്ക് മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചുറ്റും വെള്ളമായിട്ട് നോക്കി. ആ സൈഡിൽ ബീച്ച് നോക്കി, എങ്ങനെ നോക്കിയാലും ഒരു ചിത്രം വരച്ച പോലെ ബീച്ച് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എല്ലാത്തിനും ആ അറ്റം ഈ അറ്റം ഒക്കെ എവിടെ നോക്കിയാലും ബീച്ചസാണ് കാണുന്നത്. കണ്ടോ, ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ. എൻ്റെ എന്ത് രസമാണ്. തിരിച്ച് പോവണ്ട എന്നുള്ള മൈൻഡിലാണ് ഞാൻ അങ്ങനെ പോകുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഫ്ലൈറ്റിലിരിക്കുകയാണെങ്കിലും ഞാനിപ്പോൾ എൻ്റെ മൗറീഷ്യസിൽ തന്നെയാണ് എൻ്റെ മൈൻഡ് ഫുള്ള്. ബോഡി മാത്രമാണ് ഫ്ലൈറ്റിലിരിക്കുന്നത്, മൈൻഡ് ഫുള്ള് താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഓഫ് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റ് വരായി. എന്നിട്ടും ഞാൻ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ചുറ്റും ബ്ലൂ കളറിൽ വെള്ളം. ആ ബ്ലൂ കളറിലെ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇവിടെ ബാംഗ്ലൂർ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. അവിടെ നിന്ന് പോരുമ്പോഴുള്ള വ്യൂ അടിപൊളിയായിരുന്നു. ഇത് പക്ഷേ കുറച്ചും കൂടെ പച്ചപ്പൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ കൂടുതലും ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ വലിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ബിൽഡിങ്സൊക്കെ നമുക്ക് എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് കുറേ ബിൽഡിങ്സ് വരുന്നുണ്ട്. കാരണം സിറ്റി ബാംഗ്ലൂർ ഒരുപാട് ഔട്ടറിലും എയർപോർട്ട് കുറേ ദൂരെയല്ലേ, അതുകൊണ്ട് തന്നെ. പക്ഷെ ഇപ്പോഴും എയർപോർട്ടിൻ്റെ അടുത്ത് മൊത്തം വലുതായിട്ട് ബാംഗ്ലൂർ സിറ്റി വീണ്ടും വലിയ സിറ്റിയായി മാറുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് റോഡൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇന്ത്യ. ഞാനിതാ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 hour ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നു. 4 മണിക്ക് ലാൻഡ് ചെയ്തു. 5 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. അവിടുന്ന് 1/2 മണിക്കൂർ നേരത്തെ ടേക്ക് ഓഫ് ആയി. 1 മണിക്കൂർ നേരത്തെ ലാൻഡും ചെയ്തു. ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങിയെന്ന് പറയാം. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല പ്രോപ്പറായിട്ട്. ഇനി അപ്പോൾ എനിക്ക് 6 മണിക്കൂർ ലെയർ അല്ലെങ്കിൽ 5 മണിക്കൂർ ലെയർ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പണിയാണ്. ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 10 മണിക്കാണ് കേട്ടോ. 9:50 അതുവരെയും പോസ്റ്റാണ്. പിന്നെ ഡൊമസ്റ്റിക്കിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ ബാഗേജ് എടുക്കണം, ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യണം, എന്നിട്ട് അടുത്തേക്ക് മാറണം. ഫസ്റ്റ് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെന്നുണ്ട്. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഫ്ലൈറ്റിൽ. പിന്നെ ഞാൻ ഒന്നും മേടിച്ച് കഴിച്ചതൊന്നുമില്ല. സോ ഇവിടെ എയർപോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കണം. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ, ബാഗ് എടുത്തിട്ട്. ഞാനിവിടെ ലാൻഡ് ചെയ്ത സമയത്ത് ജസ്റ്റ് ഞാൻ ഈ എയർപോർട്ടിൻ്റെ ഫോട്ടോ ഞാൻ റയാൻ അയച്ചു കൊടുത്താണ്. അപ്പോൾ റയാൻ പറഞ്ഞു അടിപൊളിയാണല്ലോ എന്നും. ഇന്ത്യനെ പറ്റി വളരെ മോശം ഒരിതാണ് ഉണ്ടായിരുന്നത്. ഞാൻ കുറേ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത്, വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് കേരളത്തിനെ പറ്റിയൊക്കെ പറഞ്ഞാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഇന്ത്യയിലേക്ക് ഇനി അവൻ എന്തായാലും വരും. പക്ഷെ അതിന് മുന്നേ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണും. ഞാൻ എന്തായാലും സൗത്ത് ആഫ്രിക്ക പോയിട്ടില്ല. അവൻ അങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം ഫാമിലി ഉൾപ്പെടെ. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 6 മണിക്കൂർ ഇഷ്ടംപോലെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഹായ് റയാൻ, ഹൗ ആർ യു? I miss you a lot. I miss you so much. You are in a home? Yes. Yeah. Okay, I'm gonna eat. ദേ ഇവിടെ ഞാൻ സബ്വേന്ന് ഒരു ഫുഡ് മേടിച്ചിട്ടുണ്ട്.
ഇതിന് €6 ആയെന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറയുമായിരുന്നു. ഒരു ഡ്രിങ്ക് മേടിച്ചു. 650 പൈസ, 650 ഇന്ത്യൻ റുപ്യാണ് കേട്ടോ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഡൊമസ്റ്റിക്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട്, അതിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും സെയിം, അവിടെ നിന്ന് ഞാൻ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണലിലേക്ക് കണക്ട് ചെയ്തു. പക്ഷേ ഇവിടെ വീണ്ടും ബാഗ് ചെക്ക് ഇൻ ചെയ്യണം. പക്ഷേ മറ്റേ എന്താണ് പറയുക, ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നീണ്ട 6 മണിക്കൂർ ഞാനിവിടെ കാത്തു നിന്നു. അപ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ആവാറായിട്ടുണ്ട് തോന്നുന്നു. ഞാനിവിടേക്ക് ഇരുന്ന് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. സോ പോവാണ് കൊച്ചിയിലേക്ക്. 28ാമത്തെ നമ്പർ അങ്ങാണ്ടാണ് എൻ്റെ ഗേറ്റ്. പിന്നെ ഇവിടെ നിന്ന് ഇനി ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല. അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കണം. ഇപ്പോൾ നേരത്തെ കഴിച്ച് ആ ഒരു സബ്വേന്ന് ഒരു റാപ്പ് കഴിച്ചെങ്കിൽ പോലും എനിക്കിപ്പോൾ വീണ്ടും വിശക്കുന്നുണ്ട്. അതിനിപ്പോൾ കൊച്ചി എത്തിയിട്ട് വേണം നല്ല ഫുഡെല്ലാം കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ എനിക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകണം. എനിക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിട്ട്. അത് 2ാമത് റീസ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഒരുപാട് നേരമൊന്നും കിടന്നുറങ്ങാനും പറ്റൂല. ലേറ്റായിട്ട് എത്തുകയും ചെയ്യുള്ളൂ. 11 മണിക്കാണ് ലാൻഡിങ്. പിന്നെ റൂമെല്ലാം എത്തുമ്പോഴും ഫുഡെല്ലാം കഴിച്ച് എത്തുമ്പോഴേക്കും ഒരു ടൈമെല്ലാം ആവും. ഗേറ്റൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്നിട്ട് അതൊന്നും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. എനിക്ക് 35 ആണ് കേട്ടോ, 28 ഒന്നല്ല. കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്തു. ഓൾറെഡി ഒരു 20 മിനിറ്റ്സ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ 1 hour നേരത്തെ എത്തി. ഇന്ന് 20 മിനിറ്റ്സ് നേരത്തെ എത്തി. അപ്പൊ എന്റെ ഫ്രണ്ട് അൻഷിത് ബ്രോ, ഹായ്, എന്താ വിശേഷം? നല്ല വിശേഷം. ഞാൻ കുറച്ച് ദിവസം മുന്നേ പോയത്, അതുകൊണ്ട് കുഴപ്പമില്ല. 10 ദിവസം 1-ാം തീയതി പോയി 10-ാം തീയതി തിരിച്ചെത്തി. 10 ദിവസം നിന്നുള്ളൂ മൗറീഷ്യസിൽ. അത് എനിക്കറിയില്ല, ഒരാഴ്ച പോകുമ്പോഴേ നമുക്ക് അടിപൊളിയാണോ അല്ലേന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇവിടെ എത്തി ഭയങ്കര ഉറക്കക്ഷീണത്തിലാണ്. അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ. വിശന്നിട്ട് കണ്ണാണില്ല. ഇവിടെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റൊമാലി റൊട്ടിയും പിന്നെ അൽഫാമാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അഫ്ഗാനി അൽഫാമാണ് പറഞ്ഞിട്ടുള്ളത്. വിശന്നിട്ട്. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ റൂമിലേക്ക് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മണി കഴിഞ്ഞു. കാരണം ഞാൻ ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇവളുടെ റൂം വൈറ്റ്ലയിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. അത് ഇവിടെയാണ്. ഇത് എവിടെയാ? കാക്കനാടും എടപ്പള്ളി ഒക്കെ ജസ്റ്റ് ഒരു 2-3 കിലോമീറ്റർ ആ ഒരു റേഞ്ചിലുള്ളത്. ഓൾമോസ്റ്റ് കാക്കനാട് എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. രാവിലെ തന്നെ നേരത്തെ 8 മണിക്ക് എണീച്ചു. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. മിനിഞ്ഞാന്ന് ഉറക്കില്ല, ഇന്നലെ ഉറക്കില്ല. ഇപ്പം ഞാൻ നേരെ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് പോകുന്നത്. കാരണം പാസ്പോർട്ട് റിന്യൂ ചെയ്യണം. അതിൻ്റെ പേജ് ഓൾമോസ്റ്റ് എക്സോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ പാസ്പോർട്ട് എടുക്കണം. പുതിയ പാസ്പോർട്ട് എടുത്തിട്ട് വേണം അടുത്ത ട്രാവലെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ആലുവയിലുള്ള പാസ്പോർട്ട് ഓഫീസിലാണ് പോകുന്നത്. അന്ന് തൃശ്ശൂരായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് പനി പിടിച്ചുകൊണ്ട് പിന്നെ അത് റീസ്കെഡ്യൂൾ ചെയ്തു. സോ ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. ഓൾറെഡി ലേറ്റായി. അതിനിടയിൽ ഊബർ ബുക്ക് ചെയ്തപ്പോൾ എന്തോ മിസ്റ്റേക്കിൽ ലൊക്കേഷൻ മാറി. അപ്പോൾ ഊബറിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഊബറെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആലുവയിലേക്ക്. ഇന്ന് മോദി എങ്ങാണ്ടോ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അല്ലേ മോളെ? എപ്പോൾ വരുന്നു? എവിടെ വരുന്നതെന്ന് അറിയാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ തന്നെ. ഇപ്പോൾ ബ്ലോക്ക് ഒരുപാട് കാണാനില്ല, പക്ഷെ എന്നാലും ഭയങ്കര സ്ലോ ആയിട്ടാണ് ഈ ചേട്ടൻ പോകുന്നത്. പാസ്പോർട്ട് ഓഫീസിൽ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആളിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന നേരത്തെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല. നമുക്കൊന്ന് ഒരു 25 മിനിറ്റ്സ് പോലും എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ്. എല്ലാം കഴിഞ്ഞ് ഇനി പാസ്പോർട്ട് എപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കുകയാണ്. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഓരോന്ന് കഴിക്കാം. അവിടുന്ന് ബസ്സിൽ കയറി ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് മൊത്തം തിരക്കാണ്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് നമ്മൾ മെട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് ഇവിടെ ഇതാ ഒരു കൊച്ച് ഇതെല്ലാം ചെയ്യുന്നത്. എന്തായിരുന്നു? ഇളനീർ സർബത്താ. എന്നാ കുടിച്ചോക്ക്. എങ്ങനെയുണ്ടോ? റിഫ്രഷിങ് ആണെന്ന് പിടിച്ചിട്ട് ഈ ചൂടിൽ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഓക്കെ. കസ്കസോ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. എപ്പോഴും ഇങ്ങനെ വിൽക്കുമോ ഇവിടെ? ഓക്കെ. ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത്? ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായാ? ഇതാവുമ്പോ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ സ്വന്തം ഐ ആം ദ ബോസ് അല്ലേ? നല്ല കാര്യം. ഓക്കെ. ഇത് ഏകദേശം ഒരു ഡെയിലി നിൽക്കുമോ എങ്ങനെയാ? അതോ ആഴ്ച? ശനി ഞായർ എല്ലാ ദിവസവും നിൽക്കും. ഓക്കെ. ഈ ഇത്രയും കാര്യങ്ങളൊന്നും. ഓക്കെ. ഇതിൽ നിന്നുള്ള ഇൻകം വെച്ച് പുതിയത് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. അടിപൊളി, നല്ല കാര്യം. എന്താ പറയാ, പുതിയ ഒരു തലമുറയ്ക്ക് ഇതാണല്ലേ. എത്ര വയസ്സുണ്ട്?
28 ഓക്കെ ഓക്കെ. എന്നെക്കാൾ ഒരു വയസ്സ് മൂത്ത ആളാണ്. ഓക്കെ. ഒരു ദിവസം ഏകദേശം എത്ര കിട്ടും പൈസ? 1500 വെച്ച് പ്രോഫിറ്റ്. ജോലി നിർത്തിക്കോ ആക്കില്ല. ഇതാണ് നല്ല കാര്യം. ആ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കൂടുതൽ ഇങ്ങനത്തെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്ഷെ ട്രൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ അല്ലേ. നല്ല കാര്യം. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു 20 വയസ്സേ പറയുള്ളൂ അല്ലേ? ഇവൾക്ക് 22 വയസ്സേ ഉള്ളൂ. ഓക്കെ, നല്ല കാര്യം, അടിപൊളി. നല്ലതാ, നല്ല ജ്യൂസാ. ഓക്കെ, പിന്നെ ഇപ്പൊ ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല റിഫ്രഷിങ്, ഒരു ഹെൽത്തി വേ. രാവിലെ ഞാനിതിങ്ങനെ പോവാണ് കേട്ടോ. ഒരാൾ ഓടി വന്നിട്ട് എന്റെ കവളെല്ലാം വന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്, പറയാൻ പറ്റാത്തോണ്ട് ഓടിപ്പോയി. പാവം ചെറിയൊരു കുട്ടി, ഒരു പെൺകുട്ടിയല്ലേ. ഇവിടെ ഒരു ചേട്ടനുണ്ട്, എന്റെ കൈ നോക്കി എല്ലാം പറയുന്നത്, ലക്ഷണം പറയുന്ന കേട്ടോ പറയുന്നത്. എത്രയാ പൈസ? എത്രയാ? അയ്യോ, ഇത് ഭയങ്കര കൂടുതലാ. കുറച്ച് നോക്കിയാ മതി, ഒരു 50 രൂപ അല്ലെ? 50 രൂപയ്ക്കുള്ളത് നോക്കിയാൽ മതി, പകുതി കൈ നോക്കിയാൽ 50 രൂപയ്ക്കുള്ളത് നോക്കിയാൽ മതി. എന്ത് ഗൂഗിൾ പേ ഉണ്ടോ? ഓ, ഗൂഗിൾ പേ ഇല്ല മോളെ, എൻ്റെ ക്യാഷ് ഇല്ല. നിന്റെ ഇല്ലല്ലോ? ഓക്കെ, ക്യാഷ് ഇല്ല ചേട്ടാ, കുഴപ്പമില്ല, താങ്ക് യു. ഓ വേണ്ട, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഗൂഗിൾ പേ ടാസ്കാ അല്ലേ? ഗൂഗിൾ പേ ഇല്ലാത്തതൊരു ഭയങ്കര പ്രശ്നമായി മാറിയിരിക്കുന്നു. ഈ ചേട്ടന് വേണേ ഫുഡെല്ലാം മേടിച്ചു. ഞാൻ ഇപ്പോൾ ഓൾറെഡി വേറെ ആൾക്ക് ഫുഡെല്ലാം മേടിച്ചു കൊടുത്തു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്നേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിക്കാണ് പോകുന്നത്. എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളുടെ അടുത്തേക്ക് പോവാണ്. സോ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ ബസ്സിൽ പോയാൽ നമ്മളിന്ന് എത്തൂല. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പോകുന്നത് മെട്രോ എടുത്തിട്ട് പിന്നെ വാട്ടർ മെട്രോ അല്ലേ? വാട്ടർ മെട്രോ, അതെ. ഇവിടുന്ന് MG റോഡ് നോർമൽ മെട്രോ. എന്താ വെയിറ്റ് നോക്കുന്ന വീട്ടിൽ ഓൾറെഡി ഇല്ലേ? അതുകൊണ്ട് വേണ്ട അല്ലേ, വെറുതെ എന്തിനാ. നമ്മൾ ഫോട്ടോ വെച്ച് ഇന്ന് എപ്പോൾ എത്തുമെന്ന് അറിയില്ല കേട്ടോ. ഹൽവ മെട്രോ സ്റ്റേഷൻ അവിടെ നിൽക്കാം. വേൾഡിലൊന്നും പോകൂല, എവിടെ പോവാൻ? ബോഡി ഫാറ്റ് അറിയാൻ പറ്റും, ഹൈറ്റ് വെയിറ്റ് എല്ലാം അറിയാൻ പറ്റും. ഏതാ? അരുണിമ. ഫോണൊക്കെ ഉണ്ടെങ്കിൽ താ, ബോഡി ഫാറ്റ് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. നമ്മളുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട്, എന്തൊക്കെ എല്ലാം അറിയാൻ പറ്റേ. അതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിത് അവിടെ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപ, 2 പേർക്ക് 100 രൂപ കേട്ടോ. ഇതാ മെട്രോയിലെല്ലാം ഫ്രീ ആയിട്ട് കിടക്കാം. ഞാൻ ആലോചിക്കുന്നില്ലേ, ഇന്നിവിടെ റോഡിലെല്ലാം ഫുള്ള് തിരക്കുണ്ടാവും, ബട്ട് സ്റ്റിൽ മെട്രോ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും വണ്ടി. കൊച്ചിയുടെ ഇങ്ങനെ അറ്റം ആയതുകൊണ്ട് ഈ സൈഡിൽ അങ്ങനെ വലിയ തിരക്കില്ല. എടപ്പള്ളി അങ്ങോട്ടൊക്കെ എന്നാലും അധികം മെട്രോ ആരും യൂസ് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനം മെട്രോ അല്ലേ? ബാക്കിപ്പോൾ അതെ, കേരളത്തിൽ അതാ പറഞ്ഞേ. ഇപ്പം ഹൈദരാബാദ് ആണെങ്കിലും മുംബൈ ആണെങ്കിലും ഒക്കെ തിരക്കായിരിക്കും, ഒടുക്കത്തെ തിരക്ക്. ഡൽഹിയൊക്കെ എപ്പോഴും ഫുള്ളായിരിക്കും. ഇവിടെ നോക്ക്, ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇവിടുന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല. മോദി എങ്ങാണ്ട് ഇതുവഴി ഇപ്പോൾ പാസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അതിവിടെ എല്ലാം ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോ എടുക്കാൻ വേണ്ടി പോവാം. വാട്ടർ മെട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഹൈക്കോർട്ടിലേക്കാണ്. അപ്പോൾ 1.2 കിലോമീറ്റർ ഉള്ളൂ. ഓട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ഓട്ടോ ഒന്നും പോകില്ല. സോ നമ്മൾ വാട്ടർ മെട്രോ എടുക്കണ വരെ നടന്ന് പോവാം കേട്ടോ. 1.2 കിലോ. ഇപ്പോൾ 2 കിലോമീറ്റർ ആയാലും 10 കിലോമീറ്ററിൽ നടക്കാൻ പറ്റില്ല. ഇവിടുത്തെ ചൂടാ സഹിക്കാൻ പറ്റും, ഒടുക്കത്തെ ചൂട്. ഇതാ ഓരോ വണ്ടികളും പോകുന്നു, പോലീസിൻ്റെ വണ്ടികളാണ് പോകുന്നത് അല്ലേ? പോയി തോന്നുന്നു അല്ലേ? ആൾക്കാർ പറയുന്നു പോയി. വീഡിയോയും ഫോട്ടോസൊക്കെ ആൾക്കാർ എടുക്കുന്ന കണ്ട്. ഇവിടെ കണ്ട ഫുള്ള് ബ്ലോക്ക് ചെയ്തേക്കാ. ഒന്നുമില്ല, എല്ലാം ക്ലോസ്ഡ്. അതുകൊണ്ട് എല്ലാവരും നടന്നു പോകുന്നല്ലേ. ഒടുക്കത്തെ വെയിലും ചൂട്. ഇപ്പം സമയം 1 മണിക്ക് പൊള്ളുന്ന ചൂട്. എൻ്റെ അമ്മോ, ഊബർ വിളിച്ച് പോവാന്ന് വെച്ചാൽ നടക്കൂല. നമുക്ക് നടന്നു പോകാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഫുട്പാത്തിൽ ഇത്രയധികം ആൾക്കാരില്ലേ. ഇനി 700 മീറ്ററേ ഉള്ളൂ. പക്ഷെ 700 മീറ്റർ എന്ന് പറയുമ്പോൾ 7 കിലോമീറ്റർ നടക്കണ ഫീൽ കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് ചൂട്. എൻ്റെ അമ്മോ, കേരളത്തിൽ ഇത്രയും ചൂട്.
മൗറീഷ്യസിൽ 35 ഡിഗ്രി ഉണ്ടായിരുന്നു, നല്ല സമ്മറായിരുന്നു. പക്ഷെ ഇത്ര കുത്തണ ചൂടല്ല, ഒരു വേറെ ടൈപ്പാ. നമുക്കിങ്ങനെ ഭയങ്കര ഹേർട്ടാവൂല, കാരണം കാറ്റൊക്കെ വീശും. ഇവിടെ കാറ്റൊന്നും വീശുന്നില്ല. അവിടെ ഇതിൽ കൂടുതൽ ചൂടില്ല, പക്ഷെ അറിയുകയില്ല. ഇത്ര ക്ഷീണം തോന്നൂല, വേർക്കൂല, ഭയങ്കര ഡിഫറെൻ്റാ ചൂടാ. ഈ കേരളത്തിലെ ചൂടെന്താ, ഹ്യൂമിഡിറ്റി കൂടിയിട്ടാവുന്നു, ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ അമ്മോ നടക്കാൻ പറ്റുന്നില്ല കേട്ടോ, നമ്മൾ തളർന്നുകൊണ്ടിരിക്കുക. നടന്ന് ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം BJP ഇൻഫ്ലുവൻസ് ഉണ്ടോ? അവിടെ നോക്കി ഫുള്ള് BJP കൊടിയും പിന്നെ കാവ്യമുണ്ടൊക്കെ എടുത്ത ആളുകൾ ആരൊക്കെയാ? ഫുള്ള് BJP ടീമാ. മോദി വരുന്നോണ്ടല്ലേ, മോദി വരുന്നോണ്ടെല്ലാം BJP ആൾക്കാരാ. അതെ 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 അതെ. ഹായ്. ഏത് വഴി കൂടിയാ? ഇത് വഴിയാണ്. ഫുള്ള് തിരക്കാണ് കേട്ടാ റൂട്ടിൽ. ഇപ്പോഴാണ് വണ്ടി വിടാൻ തുടങ്ങിയത് ആക്ച്വലി. ഈ വൈറ്റ് വെള്ളം മുണ്ടൊക്കെ എടുത്ത ആൾക്കാരെന്താടാ? ഇതല്ലടാ, ഇതല്ല ഞാൻ ചോദിക്കുന്നത്. അത് അവിടെ ഉണ്ട് ഒരു വണ്ടിയിലെല്ലാം സെറ്റ് മുണ്ട് സാരിയെല്ലാം ഉടുത്തിട്ടുള്ള ആൾക്കാര്. പൈസക്ക് കൊണ്ടേതോ ബിരിയാണി? ഒരു ബിരിയാണി 500 രൂപയും. ട്രോൾസിലെല്ലാം കാണുന്ന പോലെ. വാട്ടർ മെട്രോ എവിടെയായിരുന്നു? ഞാൻ ആകെ ഒരു വട്ടേ പോയിട്ടുള്ളൂ, അത് മുന്നേ പോയിട്ടുള്ളത്. ഇപ്പൊ കുറേ ആയി പോയിട്ട്. ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും കുലുക്കി സർബത്ത് കുടിക്കലുണ്ട്. ഫുൾ തിരക്കാണ് ഇന്ന്. വേണ്ട കടയിലും എല്ലാവരും തിരക്ക്, എവിടെ നോക്കിയാലും തിരക്ക്, മൊത്തം തിരക്ക്. ഇവിടുത്തെ വാട്ടർ മെട്രോ എടുക്കാൻ വേണ്ടി പോവാണ്. സോ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മുന്നേ 2024 എങ്ങാണ്ട് കയറിയതാ. പിന്നെ ഇത് ഇന്ത്യയിൽ തന്നെ ആകെ ഈ ഒരു കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ സ്ഥലത്ത് ഉണ്ടോയെന്ന് അറിയില്ല. ഇനി പിണ്ടേ തന്നെ ഫസ്റ്റ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. സോ ഇല്ല താങ്ക് യു. ഇതാണ് ഹൈക്കോർട്ടിലെ വാട്ടർ മെട്രോ. ഇതുവഴിയാണോ? എൻ്റെ വീഡിയോസിലൊക്കെ എന്നെ കണ്ടിട്ടുള്ള ആളുകളാണ് കേട്ടോ ഇവരെല്ലാം. അപ്പോൾ അവരെല്ലാം എൻ്റെ കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു എൻ്റെ വീഡിയോ കാണുന്നത്. എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത്, എൻ്റെ ഫോട്ടോ എടുക്കുന്നതൊക്കെ. അവർക്കൊക്കെ യാത്ര ചെയ്യാൻ ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. വീഡിയോയിൽ ഇതേ റയാനുണ്ട്. ഹായ് റയാൻ, സേ ഹായ് ഇൻ മൈ വീഡിയോ. പീപ്പിൾ കാൻ ഹിയർ ബിക്കോസ് ഐ എം യൂസിങ് ദിസ്. ഞാൻ റയാനെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കാണ്ട് കേട്ടോ, നമ്മുടെ കേരളം എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്, വാട്ടർ മെട്രോ എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ വാട്ടർ മെട്രോൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുകയാണ് കേട്ടോ. അധികം തിരക്കൊന്നുമില്ല, ചില ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാവും. ഒന്ന് വീക്കെൻഡോ നല്ലതുകൊണ്ടോ ആയിരിക്കും അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ഇഷ്ടംപോലെ സ്പേസ് എല്ലാം ഉണ്ട്, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ ഇരിക്കാൻ സ്പേസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ക്യൂ നിന്ന് അടുത്തേക്ക് പോകേണ്ടി വരും കേട്ടോ. ഈ വാട്ടർ മെട്രോയിൽ പോകുന്ന അടിപൊളിയാണ് കേട്ടോ. വേറെ ഏതെങ്കിലും ജങ്കാറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ചൂടെടുക്കും, രസമാണ്. പക്ഷേ ഇത് തണുപ്പുണ്ടാവും, നല്ല AC നല്ല ചൂടിൽ ഉച്ച സമയത്തൊക്കെ പോകാൻ അടിപൊളിയാണ്. കണ്ടില്ലേ, ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ഈ മീൻ പിടിക്കുന്നതും കിളികൾ പറക്കുന്നത് കണ്ടോ? അത് എന്ത് കിളിയാണ്, വെള്ള കളറിലൊരു കിളി പറക്കുന്നുണ്ടല്ലോ. നോക്ക്, ആ മീൻ പിടിക്കുന്നതിൻ്റെ ചുറ്റും ആ ഏരിയയിലാണ് കണ്ടോ, അവരത് താഴ്ത്തുന്നുണ്ട്. അത് താഴ്ത്തുമ്പോൾ അതിലിങ്ങനെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മീൻ കിട്ടുന്ന സമയത്ത് ഫ്രഷ് മീനിനെ കൊത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പോയി മീൻ പിടിക്കണ്ടല്ലോ, ഈസി അല്ലേ. ആൾക്കാർ പിടിക്കുന്ന മീൻ ആ വലയെന്നെടുത്തിട്ട് കൊത്തി തിന്നവർക്ക് കണ്ടാ അതിങ്ങനെ താഴ്ത്തുന്നത്. ഭയങ്കര വൈബായി. ഫോട്ടോ വെച്ച് എന്താണെന്നറിയില്ല, പണ്ട് തൊട്ടേ എപ്പോഴും ഒരു സ്പെഷ്യൽ പ്ലേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഇവിടെ എപ്പോഴും എല്ലാ വീക്കെൻഡിലും വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ റയാനെ വിളിച്ചിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്കും എത്ര ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത്. അവനിങ്ങനെ പറയുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ആ മീൻ പിടിക്കുന്നതായാലും ഓരോന്നും ഞാനിങ്ങനെ കൂടുതലത് ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് കേട്ടോ. ഇവിടെ നിൽക്കാൻ അവർ സമ്മതിക്കില്ല, അതാണ് അവർ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാട്ടർ മെട്രോയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് മാറ്റ്, ഇവിടെ എറണാകുളത്ത് തന്നെയാണ് വീട്. നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്? എത്രയായി? 1 ഇയർ കൂടുതലായില്ലേ? 1 ഇയർ ആയില്ലേ? 1 ഇയർ ഒന്നും ഉണ്ടാവില്ല, 1 ഇയർ ആയി പക്ഷെ അതുപോലെ തോന്നും. മറ്റേ വെതറിലൊക്കെ ചെയ്തരുമല്ലേ 36 ബട്ട് ഫീൽസ് ലൈക്ക് 40 എന്ന് പറയുന്നത്. ഇപ്പോ ഞാനിപ്പോ വെതർ നോക്കിയപ്പോ 31 ഫീൽസ് ലൈക്ക് 35. 1 ഇയർ ആയിട്ടില്ല, പക്ഷെ 1 ഇയർ ആയ പോലെ തോന്നുന്നു. ഇത് പേര് പറഞ്ഞോ? ഹായ്, ആഷ്മി.
നാട് നാട് പറയണോ? കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ നല്ല സ്ഥലം. സോ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. എന്താ കഴിക്കാൻ പോകുന്നത്? സീ ഫുഡ് അല്ലേ? എന്തുവേണേ കഴിക്കാം. കൊച്ചിയിൽ സീസൺ ആണ്. അപ്പോൾ ഈ സീസൺ സമയത്ത് തന്നെ നമ്മൾ സീ ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ, ആഷ്മിയാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട പോലെ ഉണ്ട് നമ്മളെ കാക്കത്തൂറി. ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൊത്തം ഉണ്ട് ഡിസൈൻ. ശരിക്കും പറഞ്ഞല്ലേ, കുറെ നാൾക്ക് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വേറെ ഏതോ കൺട്രിയിൽ ഞാൻ ഇങ്ങനെ ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയൊരു ഫീല്. കുറെ ഫോറിനേഴ്സ്, വൈറ്റ് പീപ്പിള്, എല്ലാവരും. നമ്മളിന്ന് ഫോർട്ട് കൊച്ചിയിലെ ചീപ്പസ്റ്റ് ഫുഡ് ഓപ്ഷൻസ് തേടി പോവാണല്ലേ. സീ ഫുഡ് ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഓപ്ഷൻ അല്ല, എസ്പെഷ്യലി ഫോർട്ട് കൊച്ചിയിൽ. അപ്പൊ അതുകൊണ്ട് ചീപ്പസ്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് നോക്കട്ടെ. ദേ ഇവിടെ കുറേ മറ്റേ ഹിപ്പി ടൈപ്പ് ഓഫ് പാൻസ്, ഡ്രസ്സസ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ എനിക്ക് മേടിക്കാനുള്ള ഒരു ക്രേവിങ് തോന്നുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റി ഒന്നും അത്ര ഒരുപാടില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. ആ മീൻകറി കുറച്ച്. ഓക്കെ ഓക്കെ. ഞാൻ മീൽസാണ് പറഞ്ഞത്. മീൽസ് കഴിക്കാൻ കൊതിയായിട്ട് മാറ്റ് 2 കട്ട്ലറ്റും പിന്നെ എല്ലാവരുടെയും അവൾ ബീഫും ചപ്പാത്തിയും ആക്കിലേക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ രാവിലെ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ കുറേ വെള്ളം കുടിച്ചതിന് ശേഷം അതുകൊണ്ട് വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് കൊതിയാണ് വിശപ്പിനെക്കാട്ടിലും. ഫോർട്ട് കൊച്ചിയിൽ ഓട്ടോയിൽ പോകുന്ന സമയത്ത് ഗൂഗിൾ പേ ഉണ്ടാവില്ല. പൈസ കൊടുത്തില്ലേ? അയാൾ കാശ് മേടിക്കുന്നതിന് മുന്നേ പോയാ ഒരു റീല് കണ്ടിട്ട് ഇതേപോലെ ഇനി ഇരുന്നോ മറ്റേ ഇതേപോലെ അറിയാണ്ട് വീഴുമ്പോൾ ഒരു പൈസ ഇട്ട് തരും. ഓക്കെ, അടുത്ത ആൾ വിടും എണീക്കണതിന് മുന്നേ. അപ്പം എന്നാൽ പിന്നെ അവൾ അവിടെ തന്നെ ഇരിക്കും. ഒരു ദിവസം 10 പൈസ ഉണ്ടാക്കും. ഓക്കെ. സോ നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഒന്ന് കറക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും അവിടുന്ന് ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കേട്ടോ. ഞാനിങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്ത് ഇവര് രണ്ടുപേരെ കണ്ടിട്ട് കേട്ടോ. ഹായ് ഹായ്, how are you? Hi, fine, and you? Yeah, I'm good. Yeah, you're good? Yeah, I'm tired actually. I didn't sleep properly last night. Yeah, because in the flight I came. Yeah. So there is jet lag a little bit, right? Not really, because just 1.5 hours difference from Mauritius to here. It's in East Africa, just 1.5 hours difference. Like the Dubai and Mauritius all same. So not much jet lag. But I was in West Africa. 10 days back I came from there. It was like 6 hours difference time zone. So that time I got jet lag. Did you like Kerala? Yeah, of course. Okay. Yeah. What did you like in Kerala? We were Alipay, of course. Okay, Alleppey houseboat. Yeah, Okay. So here just exploring. just exploring. Just You been to other parts of India? Yeah, Where? a lot. Everywhere. I've Okay. been in north and south. Okay. Which one east, you like beach. it? Yeah, Dharamsala. Dharmshala. Okay. Nice place. Yeah. Now it's cold And there. I think you prefer Munnar. Munnar. Okay. It's also cold. Yeah. In Paris? You are from France? Yeah. Okay. Paris. Near Paris. Okay. I've been there last year. Okay. Yeah. Okay. Nice After talking you to will you. come back, you will come back in Paris. Yeah? Maybe one day. Yeah, I will go maybe. I think I don't know when, but I'll go again because I have lots of friends there. So of course, and I'm going to apply again my Spain visa when I get my new passport. Then I'll go to most of the European countries. I've been only few countries. Like I started from France. My first country I think in Europe it was France. I started from France, Belgium, Netherlands, Germany, You've been Luxembourg, everywhere. Austria, Italy. Then last time I went to Portugal and Spain. Yeah. Nice. Then all West Africa I covered Big by road. traveler. Yeah, I have been to 72 countries. Oh wow. Yeah. Amazing. Like I'm traveling like a full-time traveler last 6 years. Yeah. So I'm just happy to meet other foreigners in my place. That's why I came to talk to you. Nice talking to Thank you. you. It was a pleasure. You want to drink some tea or coffee, something like that? We just had one, so we'll continue our walk. No, maybe just a little bit snack or something I can buy for you. That's okay for me. Just my happiness. We want to walk and Just chill discover around. because we don't have much time. So. Okay. Okay, then carry on. Nice talking to you. Bye-bye. Bye-bye. Have a nice day. Yeah, you Bye-bye. too. Yeah.
പുറത്തുനിന്ന് ആൾക്കാർ നമ്മളെ നാട്ടിൽ വരുമ്പോൾ എന്താണ് അഭിപ്രായം എന്ന് അറിയണമല്ലോ. മൂന്നാർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആൾക്ക് ധർമ്മശാല നോർത്താണ്. അത് കുറച്ചുകൂടെ ഭയങ്കര കോൾഡ് ആയിട്ടുള്ള പ്ലേസാണ്. കുറെ ആൾക്കാരൊക്കെ വരുന്ന മൂന്നാർ ഇഷ്ടപ്പെട്ടു. എന്നാലും കൊള്ളാം. ഓ ഇവിടെ ചൂടുണ്ട് കേട്ടോ. സ്റ്റിൽ മരത്തിന് തണലുണ്ടെങ്കിൽ പോലും നല്ല ചൂടുണ്ട്. നമ്മൾ ചുമ്മാ ഈ സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് കേട്ടോ. ഇന്ന് വീക്ക് ഡേ ഒക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ തിരക്കൊന്നും ഇല്ലാണ്ട്. ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇല്ലേ മേടിക്കാൻ ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട്. നോക്ക് നല്ല രസമുണ്ട് കാണാം. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റൊക്കെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും മേടിക്കുന്നില്ല. ഓ ഞാൻ ആലോചിക്കുന്നു ഓരോ രാജ്യത്ത് പോകുമ്പോൾ നമ്മൾ ഇതേപോലെ അട്രാക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണൂലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ കാണുന്നത്. ആഹാ കണ്ടോ കുരുമുളക് അത് ഇത് അതൊക്കെ കാണാൻ വരുന്നു. അതേപോലെ തന്നെ ആക്കില പറഞ്ഞുതരൂ ഇതൊക്കെ എന്താന്നുള്ളത്. ഞാൻ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെയാണല്ലോ. വളരെ ഓർഗാനിക് ആയിട്ടുള്ള കല്ലോ പിന്നെ ഇതെന്താ? ഇത് കണ്ടിട്ട് മനസ്സിലാകും. ഇത് മഞ്ചാടി. അതെനിക്ക് മഞ്ചാടി. കുരുമുളക്. ഇത് പെപ്പർ. സ്റ്റാർ അനൈസ്. ഇത് മറ്റേ കുരുപോലുണ്ട്. അത് ജാതി. ജാതി അല്ലേ നട്ട്മെഗ്? അതെ. ഇതെന്താ ഈ കല്ലെന്താ? തിന്നാളാണോ അത്? ഇത് കുന്തിരിക്കം. അതറിയാം. അതെന്താ സോപ്പാ? നമുക്ക് കടയിൽ ആളോട് തന്നെ ചോദിക്കാം. ചേച്ചി ഇതെന്തായിരുന്നു ഈ രണ്ട് സാധനം? കുടുങ്ങി ചേച്ചി കുടുങ്ങി. എന്താ അതെടുത്തോ? അത് രണ്ടും എടുത്തിട്ടോ. ആ കടയിലെ ചേച്ചി ഭയങ്കര റൂഡായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല കേട്ടോ. ഇതിപ്പോ വേറെ ബുക്സിന്റെ ഒരു ഷോപ്പിൽ കയറുകയാണെ. ബുക്സ് എല്ലാം ഇവിടെ കുറെ അടിപൊളി ഉണ്ട്. അവൾക്ക് ബുക്ക് ഭയങ്കര വായിക്കും, ഭയങ്കര ഇഷ്ടമാണ്. വേറെ നാട്ടിലെല്ലാം പോയി സുവനീർ കണ്ടിട്ട് ഈ നാട്ടിൽ നമ്മളെ സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ സുവനീർ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്ക് കന്യാകുമാരി, മൂന്നാർ, ആലപ്പി, ഫോർട്ട് കൊച്ചി. മോസ്റ്റ്ലി മൂന്നാറും ആലപ്പുഴയൊക്കെയാണ് കേട്ടോ കാണുന്നത്. ആതിരപ്പള്ളി, പിന്നെ എവിടെ കേരളത്തിൽ തന്നെ പല മസാല ദോശ സംഭവങ്ങളൊക്കെ കാണുന്നത്. നമസ്തേ എന്നൊക്കെ ആണല്ലോ. നമസ്കാരല്ലേ? നമസ്തേ നോർത്ത് ഇന്ത്യ എത്തി. ഓ ഇതെന്താ മോളെ? ഇതെന്താ? നമ്മുടെ കൂടെ വേറെ ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്, ഐശ്വര്യ. മാറ്റ് വണ്ടി എടുക്കാൻ പോയിട്ട്. അപ്പൊ ഐശ്വര്യ ഇവള് ഞാനും കൂടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഐശ്വര്യ പറ ഇതെന്താ? അല്ല നമ്മളെ സ്വന്തം നാട്ടില് നമ്മളിങ്ങനെ കാണുമ്പോ ഇപ്പൊ പുറത്തുള്ള ഒരാളാന്ന് വെച്ചാൽ കണ്ണിൽ നോക്കി നോക്ക്. ഇതെന്താ? രാജസ്ഥാനിലൊക്കെ ഇതിങ്ങനെ അവരുടെ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങും ആ ഒരു ഇത് കണ്ടിട്ടാ. പക്ഷെ എന്നാലും അത് ഇവിടെ വരാൻ കാരണം എന്താ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവൂലേ? അതാ ഞാനിങ്ങനെ ആലോചിക്കുന്നു. അവിടെ ചേട്ടാ ഇതെന്താ? ഇത് അതല്ലേ. പക്ഷെ നമ്മുടെ കേരളത്തില് രാജസ്ഥാന്റെ പക്ഷെ കേരളത്തിലില്ലല്ലോ. അവര് പറ്റിക്കുവാണ് ആളുകളെ. കേരളത്തിൽ വെക്കുമ്പോ സമയത്ത് നമ്മൾ വിചാരിക്കും കേരളത്തിലില്ല എന്നുള്ളൊരു ഇത് അല്ലേ. പോസ്റ്റ് കാർഡ് ഇവളെല്ലാം 2K ആണ്. 2K ഇതെല്ലാം ഇതായിരുന്നു ഇതിൽ വെച്ച് പ്രിന്റ് ചെയ്തെടുക്കുന്നല്ലേ, ഇങ്ങനെ എഴുതിയിട്ടെല്ലാം. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കാം. അവര് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് വേണേ നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതാക്കാം കേട്ടോ. അപ്പോൾ ആ കിലോ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. മനസ്സിലായാ? അടിപൊളി. തെറ്റിക്കഴിഞ്ഞ എന്ത് ചെയ്യും? ഇല്ല മിസ്റ്റേക്ക്. പ്രഷർ കുറവായിട്ടാണ്. അങ്ങനെയല്ല, ഒരു ലെറ്റർ ഈ ബ്രോ ആണ് ഇതിവിടെ ചെയ്യുന്നത് കേട്ടോ. നല്ല കാര്യം അല്ലേ? പുതിയ ആളുകൾക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണ്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. എവിടെയാ? സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് കൊച്ചിൻ ക്ലബിന്റെ ഫ്രണ്ട്. ഓക്കെ നൈസ്. ഈ ഒരു ഐഡിയ എങ്ങനെ തോന്നി? ഞാനിത് ബിനാലയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ വർക്കായി. അപ്പോൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ നൈസ്. കാരണം യങ് ജനറേഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. ആക്ച്വലി എൻ്റെയൊക്കെ ഗ്രാൻഡ് പാരൻസ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തത്.
നമ്മളിത് അവിടെ ഒരു കഫേയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എഡിബിൾ ആയിട്ടുള്ള കഴിച്ചിട്ടോ മുന്നേ എഡിബിൾ സ്ട്രോ? ഞാനും കഴിച്ചിട്ടില്ല. ഇതാ ഇവിടെ എഡിബിൾ ആയിട്ടുള്ള സ്ട്രോ ആണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വേണമല്ലേ, പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാണ്ട്. കണ്ടാൽ ശരിക്കും പ്ലാസ്റ്റിക് ആണെന്ന് അറിയൂലേ? ശരിക്കും നല്ല കട്ടിയില്ലേ? ഇത് മറ്റേ നമ്മൾ ഈ എണ്ണയിൽ പൊരിച്ചുണ്ടാക്കണ സാധനല്ലേ, ഷേക്കിന്റെ കൂടെ കഴിക്കുമ്പോൾ സൂപ്പറാണ്. നല്ലോണം കുതിർന്നിട്ടേ നല്ല ടേസ്റ്റ് ആവും. ഷേക്കിന്റെ കൂടെ ജ്യൂസ് അത്ര രസമില്ല. കഴിച്ചോക്ക്. എഡിബിൾ സ്ട്രോ ആരെങ്കിലും ഇതിനു മുന്നേ എഡിബിൾ സ്ട്രോ കഴിച്ചിട്ടുണ്ടോ? എഡിബിൾ സ്ട്രോ ഭയങ്കര കോമൺ അല്ലേ ഇപ്പൊ? ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സോ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത പ്ലാൻ എന്താണെന്നറിയില്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.